നമസ്കാരം. PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ LDCയുടെ മൂന്നാം ഘട്ടം ആയിട്ടുള്ള തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലെ PSC നടത്തിയ LDC പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 503/2023 ആണ്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം എന്തെല്ലാം മാറ്റങ്ങൾ 4 വേർഷൻ ABCD ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ളവർക്കും വന്നിട്ടുണ്ട് നോക്കാം. നമുക്ക് ആദ്യം A വേർഷൻ്റെ നോക്കാം. അപ്പോൾ A വേർഷൻ പ്രകാരം ഒന്നാമത്തെ ചേഞ്ച് ഉള്ളത് ഞാൻ പറയാം, അല്ലാത്തത് വെറുതെ സ്ക്രോൾ ചെയ്ത് പോകണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിന് വ്യത്യാസമില്ല. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എന്നീ ചോദ്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസമില്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 17 വ്യത്യാസമില്ല. 18, 19, അതായത് 16ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് A ആയിരുന്നു, CS ആയിരുന്നു ആൻസർ, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 17, 18, 19, 20, 21, 22, 23, 22 വരെ വ്യത്യാസമില്ല. അതിന് ശേഷം അത് കഴിഞ്ഞ് 23ാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതിൽ B ആയിരുന്നു തന്നിരുന്നത്. അതിപ്പോൾ D, ഇവയൊന്നുമല്ല. ഈ തന്നേക്കണ 3 പ്രസ്താവനകളും അല്ല എന്നാണ്. D ആണ് ശരി ഉത്തരമായിട്ട് വ്യത്യാസം വന്നേക്കണത്. പിന്നെ 24 വ്യത്യാസമില്ല. 25, 26, 27, 28, 29, 30ാമത്തെ ചോദ്യവും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ A, അതായത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളാണ്. രണ്ടാമത്തെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. 3 തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. അതിൽ 1ാമത്തെ മാത്രമായിരുന്നു മുൻപ് തന്നിരുന്ന ഉത്തരം. ഇപ്പോൾ അത് 1ഉം 3ഉം ആക്കി, അതായത് ഓപ്ഷൻ ബിയിൽ നിന്ന് A ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി ഉത്തരം എന്നാണ്. അപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ 31 മാറ്റില്ല. 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50 ഇതിനൊന്നും ചേഞ്ച് ഇല്ല. ഇനി പിന്നെ ചേഞ്ച് വരുന്നത് 61ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്ന എല്ലായിരുന്നു. അതിൻ്റെ ഉത്തരം D ആയിരുന്നു. ഇപ്പോൾ പുതിയത് പ്രകാരം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 61ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 62, 63 അതിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. പിന്നെ 69ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. അത് ഈ 3 ഉത്തരങ്ങളും ശരിയാണെന്നായിരുന്നു പ്രൊവിഷണൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ 70 ഒന്നും ചേഞ്ച് ഇല്ല. 71, 72 അതൊന്നും ഇല്ല. പിന്നെ വന്നേക്കണത് ഒറ്റയാൻ ഏത് എന്നുള്ള 79ാമത്തെ ചോദ്യം. അത് 875 ആയിരുന്നു പ്രൊവിഷണൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ 80 തൊട്ട് 100 വരെയുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ അതായത് 4 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 96ലായിരിക്കും ഈ തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലെ PSC പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 4 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ചോദ്യത്തിൻ്റെ ഉത്തരം തിരുത്തിയിട്ടുണ്ട്. ഇനി B വേർഷൻ പ്രകാരം 15ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 22ാമത്തെ ആൻസർ D ആക്കി മാറ്റിയിട്ടുണ്ട്. 29 പ്രകാരം A ആക്കി മാറ്റിയിട്ടുണ്ട്.
പിന്നെ 60-ാമത്തേന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ, 64 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 75 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബി വേർഷൻകാരുടെ. ഇനി സി വേർഷൻകാർക്ക് 13-ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 21-ാമത്തേൻ്റെ ആൻസർ ഡി ആക്കി മാറ്റിയിട്ടുണ്ട്, 28-ാമത്തേൻ്റെ ആൻസർ എ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ 59-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 70-ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 73-ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡി വേർഷൻകാർക്കാണെങ്കിൽ 14-ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 20-ാമത്തേൻ്റെ ആൻസർ ഡി ആക്കിയിട്ടുണ്ട്, 27-ാമത്തേൻ്റെ എ ആക്കിയിട്ടുണ്ട്. പിന്നെ 63 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 66 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 77 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഫൈനൽ ആൻസർ കീ പ്രകാരം തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള LDC പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തുന്നത്. അതായത് 4 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത് കാരണം ഈ മാർക്ക് വരിക 100 എന്നുള്ളത് മാറ്റി 96 ആയിരിക്കും ഇനി ഇതിൻ്റെ മാർക്ക് വരാൻ പോണത്. അപ്പോൾ ഇത്രയാണ് ഈ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള 3-ാം ഘട്ടം LDCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരസൂചിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.